അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതുകൊണ്ട് യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ ഭാര്യയായിരുന്ന സുമയ്യ ബീവിയെയും അവരുടെ മകനായിരുന്ന അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും വല്ലാതെ ശത്രുക്കൾ വേദനപ്പെടുത്തിയിരുന്നു, ദേഹോപദ്രവങ്ങൾ നടത്തിയിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേരും അടിമകളായിരുന്നു. ഇവരെ ഒരു ഇരുമ്പിൻ കൂട്ടിലാക്കിക്കൊണ്ട് നല്ലവണ്ണം കത്തിച്ചുകൊണ്ട് അതിലേക്ക് ഇട്ടിരുന്നു. എന്നിട്ട് ഈ ഇരുമ്പിൻ കൂടിൽ നിന്ന് അവർ വെന്തു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് മാംസം വെന്താൽ എന്ത് വാസനയാണോ വരുന്നത് അതുപോലത്തെ വാസന വന്നിരുന്നു. എന്നിട്ട് ശത്രുക്കൾ അവർ മരണത്തോട് മല്ലിടുന്ന ആ സമയത്ത്, അതായത് മരിക്കും എന്നുള്ള ആ സമയമാകുമ്പോൾ ആ കൂട്ടിൽ നിന്ന് അവരെ പുറത്തെടുക്കും. വീണ്ടും ഇതുപോലെ അവരെ ചെയ്യും. ഇങ്ങനെ ഒരിക്കൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെ ഈ അക്രമം ചെയ്യുന്നത് കണ്ടു. ആ സമയത്ത് യാസിർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തേക്ക് വളരെ ദയനീയമായൊരു നോട്ടം നോക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തേക്ക് സങ്കടപ്പെട്ടുകൊണ്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് യാസിർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട്, യാസിറെ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഞാൻ സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ഞാൻ സ്വർഗം വാങ്ങിത്തരും നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ യാസിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത്, എന്നെ എത്രത്തോളം വേദനപ്പെടുത്തിയാലും എനിക്കൊരു പ്രയാസവുമില്ല, എൻ്റെ കുടുംബത്തിനും പ്രയാസവുമില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത ആ സ്വർഗത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമെന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. ഇസ്ലാമിൽ ആദ്യമായി ഈ ഭൂമി ലോകത്തിൽ നിന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് രക്തസാക്ഷിത്വം വഹിക്കുന്നത് ഈ കുടുംബമായിരുന്നു. എത്രത്തോളം ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവിടുന്ന് പീഡനങ്ങൾ സഹിച്ചു. അവരുടെയൊക്കെ ഈമാനിൻ്റെ കട്ടി എത്രയാണ്! അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നമുക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.